നമസ്കാരം. പോസിറ്റീവ് വാർത്തകൾ കേൾക്കാനും കാണാനും നമുക്കധികം അവസരം ലഭിക്കാറില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം പോസിറ്റീവ് വാർത്തകൾ ഉണ്ടാവാറില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മനസ്സിന് കുളിർമ നൽകുന്ന വാർത്തകൾ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും പരതാറുണ്ടെങ്കിലും എത്താറില്ല. അങ്ങനെ ലഭിച്ച ഒരു പോസിറ്റീവ് വാർത്തയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരു രോഗം പോലെ സംഭവിച്ചിരിക്കുന്നു. ചിലരൊക്കെ മാത്രമേ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും ഒട്ടുമിക്കവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മൊബൈൽ ഫോണുകൾക്ക് അഡിക്റ്റാണ്. എൻ്റെ മകൾ എന്നോട് പറയാറുണ്ട്, ഇത് മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ റീലുകൾ കണ്ട് 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 അങ്ങ് സമയം പോകുന്നെന്ന്. ഇതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ കുഴപ്പം. കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലെ റീലുകൾ അവരിങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും. പാഠപുസ്തകം പഠിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് നേരം കിട്ടില്ല. പരീക്ഷയാകുമ്പോൾ മാതാപിതാക്കളും പരിഭ്രമത്തിലാകും. പഠിക്കാനിരിക്കുന്ന കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ അവരോട് വഴക്കുണ്ടാക്കി അത് മാറ്റിവെക്കും. അതിൻ്റെ പേരിൽ അവർ പിണങ്ങും, ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്കയാവും. മക്കൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ വാശിക്ക് പരീക്ഷയ്ക്ക് ഉഴപ്പിയാൽ എന്തു ചെയ്യും? ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഇപ്പോഴിത് കണ്ടെത്തിയിരിക്കുന്നു. ഈ പരിഹാര പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള കോതമംഗലം രൂപതയുടെ കീഴിലുള്ള സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഈ സ്കൂളിൽ കൈരളി ചാനലിൽ അവതാരികയായിരുന്ന ഒരു യുവതി അധ്യാപികയെത്തുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, അവതാരിക എന്ന് ബോധപൂർവം പറഞ്ഞതാണ്, അവതാരകയല്ല. അവതാരികയാണ് സ്ത്രീലിംഗം. അവതാരിക എന്ന് ആമുഖത്തിനും പറയും, വാർത്ത വായിക്കുന്നവർക്കും പറയും. കൈരളി ചാനലിൽ അവതാരികയായിരുന്ന സോമി ജോസ് എന്നു പേരുള്ള ഒരു യുവതി, അവർ ഈ സ്കൂളിലെ അധ്യാപികയായി വരുന്നു. ഇതോടുകൂടി അവർ പല പരീക്ഷണങ്ങളും അവിടെ നടത്തുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇക്കുറി അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെൻ്റ് എടുത്ത പരീക്ഷണമാണ് പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഒരു സേഫ് ലോക്കറിൽ സ്കൂളിൽ തന്നെ സൂക്ഷിക്കുക എന്നത്. കുട്ടികളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അധ്യാപകർ ഫോൺ വാങ്ങി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ പിണങ്ങുന്നത് പോലെ അധ്യാപകർ ചോദിക്കുമ്പോൾ പിണങ്ങാൻ കഴിയില്ല. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായി അവരുടെ മൊബൈൽ ഫോണുകൾ സ്കൂളിലെ ലോക്കറിലേക്ക് മാറ്റുന്നു. അതൊടുവിൽ ഒരു ക്യാമ്പയിനായി ആവേശമായി മാറുന്നു. കുട്ടികൾ കൂട്ടത്തോടെ അവരുടെ ഫോൺ സ്കൂളിൽ ഏൽപ്പിക്കുകയും ഈ മാറ്റം അവരെ മാറ്റിമറിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. രണ്ട് കുട്ടികൾ ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കുക. ഞാനൊരു മൊബൈൽ അഡിക്ഷനുള്ള ആളായിരുന്നു. എന്താ പറയുക, ഒരു ക്രിസ്മസ് പരീക്ഷയുടെ സമയമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തോന്നി എനിക്കിപ്പോൾ ഒരു മാർക്കൊന്നും പോരാ, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആണെന്ന് തോന്നി. അപ്പം എന്നെ തന്നെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കറിയില്ല ഞാൻ എങ്ങനെ എന്നെ തന്നെ നിയന്ത്രിക്കുക എന്നൊന്നും. അപ്പോഴാണ് ഞാൻ സാറിനോട് ഒരു ഉപായം തേടി, എന്താ സാർ ഇതിനൊരു മാർഗം എന്ന്. അപ്പോൾ സാറ് സന്തോഷത്തോടെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നീ ഒന്ന് നിൻ്റെ മൊബൈലൊന്ന് ഇവിടെ കൊണ്ട് വെച്ച് നോക്ക്, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സന്തോഷത്തോടെ സാറിൻ്റെ വാക്ക് കേട്ട് മൊബൈൽ ഇവിടെ കൊണ്ട് വെച്ചു. എന്താ പറയുക, ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, മൊബൈലില്ലാതെ പഠിക്കാനും പറക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം എടുത്ത് ഞാൻ അതും ആ ഒരു ടൈമും ആ ഒരു പുസ്തകവും ഞാനോട്ട് കുറച്ചുകൂടി മിങ്കിളായി. എന്താ പറയുക, ഒരു ടൈം മാനേജ്മെൻറ്റൊക്കെ പാലിച്ച് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. എന്താ പറയുക, അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ പറയുക, ഫോണിൽ കളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം പോകും. പക്ഷേ അത് മൊബൈലില്ലാതിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത്ര സമയം നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. സോ എനിക്ക് എന്തുകൊണ്ടും നന്നായിട്ട് തോന്നി സാറിൻ്റെ ഒരു ഉപായം വളരെ നല്ലതാണ്. നമുക്ക് പരീക്ഷാക്കാലത്ത് മൊബൈലൊക്കെ മാറ്റി വെച്ച് പഠിക്കാനൊക്കെ. സോ മൊബൈൽ ഉപയോഗം കൊണ്ട് പഠിക്കാനുള്ള സമയം കുറേ നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് മൊബൈൽ ഇവിടെ കൊണ്ടുവയ്ക്കാനുള്ള അവസരം കിട്ടി, ഞാനത് കൊണ്ടുവച്ചു. ഇപ്പോൾ പഠിക്കാനുള്ള സമയം എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ പരീക്ഷണം വിജയിച്ചു എന്നതിന് തെളിവാണ് ആദ്യം എതിർത്ത കുട്ടികൾ ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറായത്. ഈ പദ്ധതി നടപ്പിലാക്കിയ സോമി പറയുന്നത് ഇങ്ങനെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനാവില്ല. അത് വിവരശേഖരണത്തിലാണെങ്കിലും പഠനാവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത മൊബൈൽ ഉപയോഗമാണ്. 5-10 മിനിറ്റ് റീല് കാണാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗെയിം കളിക്കാനോ ഒക്കെ ആയിട്ടായിരിക്കാം ഒരു പക്ഷെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്.
പക്ഷെ അതിൻ്റെ സമയം എന്ന് പറയുന്നത് അവർ പോലും അറിയാതെ തന്നെ മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ പേരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി വളരെയധികം സമയം മൊബൈൽ ഉപയോഗിക്കുന്നു, എപ്പോഴും മൊബൈലിൽ തന്നെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഡിജിറ്റൽ മേഖലയുമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് കാര്യക്ഷമമായി ഉപയോഗിക്കുക, ഡിജിറ്റൽ ലിറ്ററസിയെക്കുറിച്ചൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ളിൽ ചിന്തയുണ്ട് ഇതെങ്ങനെയെങ്കിലും നിയന്ത്രിക്കണമെന്ന്. പക്ഷെ അത് സാധ്യമാകാത്ത ഒരു പ്രശ്നമാണ് പലപ്പോഴും കുട്ടികൾ ഫേസ് ചെയ്യുക. ഈ ഒരു അവസരത്തിലാണ് സ്കൂൾ തന്നെ മുൻകൈയെടുത്ത് അവർക്കൊരു നിർദ്ദേശം നൽകിയത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ പരീക്ഷാ കാലയളവിൽ സ്കൂളിൽ സൂക്ഷിക്കാൻ നൽകുക. പൊതുപരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ തിരിച്ചെടുക്കാമെന്നതാണ് സ്കൂൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഒരാളും വിശ്വസിക്കില്ല, യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും കുട്ടികളുടെ മേൽ ചെലുത്തിയിട്ടില്ല. അവർ സ്വയമേ തീരുമാനമെടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുള്ള മൊബൈൽ ഫോണുകളാണ് ഇന്ന് സ്കൂളിലെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക. തീർച്ചയായിട്ടും പഠന മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ മാർക്കുകളൊക്കെ വന്ന സമയമാണ്. ഈ പറയുന്ന മൊബൈൽ ഫോൺ സ്കൂൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കുട്ടികളിൽ നമ്മൾക്ക് ആ ഒരു മാറ്റം, മാർക്കിൽ തന്നെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കലാനിക്കൽ സ്കൂളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പല മേഖലകളിൽ നിന്നും ഇതെങ്ങനെ നിയന്ത്രിക്കാം, മൊബൈൽ ഉപയോഗം എങ്ങനെ നിയന്ത്രിക്കാം എന്നൊരു ചോദ്യം പോലും ഉന്നയിക്കുന്ന സമയത്താണ് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം കുട്ടികളിലൂടെ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സാജൻ പുത്തൻകുളവും ആവേശഭരിതനാണ്. കുട്ടികളെ പഠനത്തിൽ നിന്ന് പിന്മാറ്റുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് മൊബൈൽ ഫോൺ, മറ്റൊന്ന് അവർ പ്രേമബന്ധങ്ങൾ, ലഹരികൾ, ഇതെല്ലാം അവർ പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്കൂളിന് ചെയ്യാവുന്നത് അവരുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ മേടിച്ചു വയ്ക്കുക എന്നുള്ളത് രക്തച്ചൊരിച്ചിലുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ കുട്ടികളോടും പേരൻസിനോടും സംസാരിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ അത് കൊണ്ടുവയ്ക്കാനായിട്ട് തയ്യാറായി. ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്കെല്ലാം നല്ലൊരു മെച്ചപ്പെട്ട വിജയം കിട്ടി. അപ്പോൾ കുറെ കൂടുതൽ കുട്ടികൾ കൊണ്ടുതരാനായിട്ട് നോക്കി. ഈ പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും കുറേയധികം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവയ്ക്കുകയും പരീക്ഷാകാലം കഴിയുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തു. അവർക്കെല്ലാം തന്നെ നല്ല മാർക്കും കിട്ടി. അങ്ങനെ മെച്ചപ്പെട്ട മാർക്ക് കിട്ടിയപ്പോൾ കുട്ടികൾ അതിൽ ലഹരി കണ്ടെത്തുകയും ഇത് വളരെ സന്തോഷത്തിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുട്ടികളും സ്കൂളും തമ്മിൽ, അധ്യാപകരും തമ്മിൽ നല്ല പഠനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ ടാഗ് ലൈൻ വീട് പോലെ വിദ്യാലയം എന്നാണ്. അങ്ങനെ സ്നേഹിക്കുന്ന, നല്ലപോലെ പഠിക്കുന്ന, ഒത്തുപോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഹയർ സെക്കൻഡറി സ്കൂള് പരീക്ഷാകാലമായപ്പോൾ കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി എടുത്ത നിസ്സാരമായ നീക്കം കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്നതാണ്. മാതാപിതാക്കൾക്ക് കുട്ടികളോട് മല്ലിട്ട് സമയം കളയാനുള്ള ധൈര്യമില്ല. കുട്ടികൾക്ക് കയ്യിൽ ഫോൺ ഇരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മനക്കട്ടിയുമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി സ്കൂൾ കുട്ടികളുടെ ഫോൺ പരീക്ഷ കഴിയുന്നതുവരെ സ്കൂളിലെ ലോക്കറിൽ സുരക്ഷിതമായി വയ്ക്കുന്നതാണ്. ഈ മാതൃക കേരളം ഒന്നടങ്കം ഏറ്റെടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ടാവും. സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറുനാടൻ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ.